എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ നമ്മൾ കാത്തിരുന്ന സിവിൽ പോലീസ് ഓഫീസർ എക്സാം ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാം പരീക്ഷ എഴുതിയിട്ടിരിക്കുകയാണ്. അപ്പം ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷയെക്കുറിച്ച് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ മലയാളം, അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. GK അതുപോലെ തന്നെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. കൂടെ തന്നെ ചിലതൊക്കെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ച സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന് ഏകദേശം ഒരു 15 മാർക്ക് കൂടുതലായാലും നമ്മുടെ കൂട്ടുകാർക്ക് കിട്ടാൻ സാധ്യതയുള്ള നമ്മുടെ ക്ലാസ്സിൽ നിന്നും മോഡൽ ക്വസ്റ്റ്യൻസിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. മാക്സിമം നിങ്ങളതെല്ലാം പ്രയോജനപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഏതൊക്കെ ആൻസർ കീ ഒന്ന് നോക്കാം പെട്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കുമിതാങ് പാർട്ടിയും അതുപോലെ തന്നെ ഫലാങ് പാർട്ടിയുമാണ് ഉൾപ്പെടാതിരുന്നത്. ബോൾഷെവിക്കും മെൻഷെവിക്കും റഷ്യൻ വിപ്ലവത്തിലുണ്ട്, നമ്മൾ പഠിക്കുന്നതാണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം ആണ്. അതായത് ബുധനും ശുക്രനുമാണ് വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഫസ്റ്റ് പ്രസ്താവന എന്ന് പറഞ്ഞാൽ സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ്ണ അധികാരം നൽകി. അതുപോലെ തന്നെ രണ്ടാമത്തേത് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. സ്റ്റേറ്റ്മെൻറ്റ് 3, സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ തലസ്ഥാനത്ത് നിർത്തണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെയാണ്? ജപ്പാനും ഉണ്ട്. അതുപോലെ തന്നെ ഉൾപ്പെടാത്തത് ജപ്പാനും ജർമ്മനിയുമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 3ഉം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്തത് നമ്മുടെ ഡൽഹി സർവകലാശാലയും അതുപോലെ തന്നെ ശാന്തി നികേതനുമാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 3ഉം 4ഉം. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘ കാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ എന്നാണ് വെച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്തവ ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? മൂഷക രാജവംശവും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഐ രാജവംശവും വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏഴാമത്തെ ചോദ്യം, ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി, ഇളമ്പാരി മലയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് എട്ടാമത്തെ ചോദ്യം, ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, മാൻസിനസ് സി, അതുപോലെ തന്നെ സിംപിലിയസ് എൻ. അതായത് നമ്മൾ കറണ്ട് അഫയർ ക്ലാസ് ഇത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറണ്ട് അഫയർ ക്ലാസ് ISRO എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കണ്ട കൂട്ടുകാർക്ക് എളുപ്പം എഴുതാൻ പറ്റിയെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, മാൻസിനസ് സി ആൻഡ് സിംഫിലസ് എൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ 9ാമത്തെ ചോദ്യം, അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവ്യത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ്. അതിൻ്റെ ആൻസർ വന്ന ഓപ്ഷൻ സി, അസ്തനോഫിയർ ആണ്. അടുത്ത 10ാമത്തെ ചോദ്യം, താഴെ നൽകിയിട്ടുള്ളതിൽ മീസോഫിയറിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞങ്ങ് പോവാം. അതായത് വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണിത്. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന ഈ പാളിയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉമാണ് ആൻസർ കറക്റ്റായിട്ട് വരുന്നത്. 11ാമത്തെ ചോദ്യം, കാരക്കോറം, സസ്കർ, പീർപ്പഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. കാശ്മീർ ഹിമാലയമാണ്. 12ാമത്തെ ചോദ്യം, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3നും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി, കാപ്പിയാണ്. അതുപോലെ തന്നെ 13ാമത്തെ ചോദ്യം, സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്, GDP.
അതായത് 14ാമത്തെ ചോദ്യം 2024-25 യൂണിയൻ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചതാരാണ്? ആൻസർ ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. എളുപ്പമായിരുന്നു, എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. 15ാമത്തെ ചോദ്യം പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേരെന്താണ്? അതും സിമ്പിളാണ്, നീതി ആയോഗ്. ആൻസർ ഓപ്ഷൻ ഡി നീതി ആയോഗ്. അതുപോലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാണ്? ആൻസർ ഓപ്ഷൻ ഡി MS സ്വാമിനാഥനാണ്. 17ാമത്തെ ചോദ്യം ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി നബാർഡാണ്. 18ാമത്തെ ചോദ്യം സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണെന്നാണ്? അതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ സി പണപ്പെരുപ്പമാണ്. 19ാമത്തെ ചോദ്യം നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭ പാസ്സാക്കിയതെന്ന്? ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത ആൻസർ ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ 20 ലോകസഭ, 21 രാജ്യസഭ. നമ്മൾ പഠിച്ചതാണ്, ഇതെല്ലാം പഠിച്ചതാണ്. 20ാമത്തെ ചോദ്യം കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിനായി കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കളിത്തട്ട്. 21ാമത്തെ ചോദ്യം കറുത്ത പട്ടേരി എന്ന് അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? ആൻസർ ഓപ്ഷൻ എ VT ഭട്ടതിരിപ്പാട്. 22ാമത്തെ ചോദ്യം എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സ്നേഹ സ്വാന്തനം. 23ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായിട്ടാണ് വരുന്നത്, അപ്പോൾ ഇത് ഡിലീറ്റ് ആക്കുക, PSC ഡിലീറ്റ് ആക്കുക. 24ാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. അപ്പോൾ നമുക്ക് ഓരോ നോക്കാം. ലോകസഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. അപ്പം അതായത് നമ്മളത് 42ാം ഭേദഗതി പ്രകാരം നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ പഠിച്ചത് ശരിയാണ്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭേദഗതിയിലൂടെയാണ്, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ABC ആണ്. ഡി തെറ്റാൻ കാര്യം 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി രാഷ്ട്രപതി ശ്രീ നീലം സഞ്ജീവ് റെഡ്ഡി. അപ്പോൾ രാഷ്ട്രപതി ശ്രീ നീലം സഞ്ജീവ് റെഡ്ഡി അല്ലായിരുന്നു അന്നേരത്തെ നമ്മുടെ രാഷ്ട്രപതിയായിട്ട് വന്നത്. അന്നേരം ആ 42ാം ഭേദഗതി നടക്കുമ്പോൾ ആ ടൈമിലുള്ള രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. ലോകസഭ ഒരു സ്ഥിരം സഭയാണ്, അത് തെറ്റായിട്ടുള്ളതാണ്. ലോകസഭ ഇലക്ഷൻ ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ, അപ്പോൾ നമുക്ക് അതിന് ആൻസർ കിട്ടും. അതുപോലെ തന്നെ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചാണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോകസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കാരണം ഇപ്പോൾ ഇലക്ഷൻ നടന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ രാജ്യസഭ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്, അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ABD ആണ് തെറ്റായിട്ട് വരുന്നത്. 26ാമത്തെ ചോദ്യം താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തും? ആരാണ്? ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ ആണ്. 27ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങളിലാണ്. അടുത്തത് ചേരുംപടി ചേർക്കുക എന്നാണ് വരുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ജർമ്മനിയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ കടമെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്ക. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്കയിൽ നിന്നും, അതുപോലെ തന്നെ അവശിഷ്ട അധികാരങ്ങൾ കാനഡയിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2, 1, 4, 3. 2, 1 A2, B1, C4, D3. ഓപ്ഷൻ ഡി ആണ്. 29ാമത്തെ ചോദ്യം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സർക്കാരിയ കമ്മീഷനെ. 30ാമത്തെ ചോദ്യം ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം, എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ഈ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ്. 31ാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവാരെന്ന് കണ്ടെത്തും. അപ്പം ആരൊക്കെയാണ് രചയിത എന്നാണ്? ഭയത്തിൽ നിന്നുള്ള മോചനം, അതായത് ഫ്രീഡം ഫ്രം ഫിയർ, അത് ആങ് സാൻ സൂചിയുടെ ആണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ ദീർഘയാത്ര ലോങ് വാക്ക് ടു ഫ്രീഡം, അത് നെൽസൺ മണ്ടേലയുടെയാണ് വരുന്നത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ ടു കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി വരുന്നത് ഇസയ ബെർലിൻ്റെയാണ്. അതുപോലെ തന്നെ ഓൺ ലിബർട്ടി, അതായത് സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത് JS മില്ലിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 32ാമത്തെ ചോദ്യം 2024 പ്ലാന്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരനാരാണ്? ഡോക്ടർ S
ഫേസി ആണ്. 33ാമത്തെ ചോദ്യം, ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതും ആയ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരവസ്ഥ ഉണ്ടാക്കുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്ത്? ആൻസർ ഓപ്ഷൻ സി, മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ്. 34ാമത്തെ ചോദ്യം, മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിൽ എത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി, കരളിലാണ്. 35ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഹരിത ഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, CO2, മീഥേൻ, CFC, N2O ആണ്. 36ാമത്തെ ചോദ്യം, IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? അപ്പം IMA എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അതിൻ്റെ ആൻസർ അപ്പോൾ ഏതാണ്? ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്നാണ്. 37ാമത്തെ ചോദ്യം, 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 500 വാട്ടാണ്. 38ാമത്തെ ചോദ്യം, ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിൻ്റെ കാരണം എന്ത്? ആൻസർ ഓപ്ഷൻ എ, ഭൂമിയുടെ ആകൃതിയാണ്. 39ാമത്തെ ചോദ്യം, ISROയുടെ വിക്ഷേപിച്ച INSAT-3 DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? ആൻസർ ഓപ്ഷൻ ബി, കാലാവസ്ഥാ ഉപഗ്രഹം. 40ാമത്തെ ചോദ്യം, പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ആൻസർ ഓപ്ഷൻ ഡി, ദൂരത്തിൻ്റെയാണ്. 41ാമത്തെ ചോദ്യം, ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ലിഥിയമാണ്. 42ാമത്തെ ചോദ്യം, അറ്റോമിക നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏതു പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, പീരീഡ് 4, ഗ്രൂപ്പ് 13. 43ാമത്തെ ചോദ്യം, കാർബൺ ഡൈ ഓക്സൈഡ് CO2 വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ബി ആണ്. അതായത് CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവാണ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. 44ാമത്തെ ചോദ്യം വരുന്നത്, എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം എഴുതാന്നാണ്. അതിൻ്റെ ആൻസർ എ ആണ് വരുന്നത്. എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 45ാമത്തെ ചോദ്യം, CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതൊക്കെയാണ്? രാമായണ നാടകങ്ങൾ സാങ്കേതവും അതുപോലെ തന്നെ ലങ്കാലക്ഷ്മിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 46ാമത്തെ ചോദ്യം, കണിയാർ കളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരം ഉള്ള ആണ്. അതുപോലെ തന്നെ മാമലക്കളി, ദേശക്കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള കണിയാർകളിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള യോജിക്കുന്ന പ്രസ്താവനകൾ. അപ്പോൾ ഓപ്ഷൻ എ ആണ് 1, 2 ശരി. 47ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? അപ്പോൾ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? ശരൺ കുമാർ ലിംബാളെയും അതുപോലെ തന്നെ പ്രഭാവർമ്മയുമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 2, 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 48ാമത്തെ ചോദ്യം, കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടെയാണ്? ആൻസർ ഓപ്ഷൻ സി, ഒളിമ്പിക്സിൻ്റെയാണ്. 49ാമത്തെ ചോദ്യം, 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഓപ്പൺ ഹെയ്മർ. നമ്മളൊക്കെ ഇതിൻ്റെ എല്ലാം ക്ലാസ് നമ്മൾ കറണ്ട് അഫെയർ ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. 50ാമത്തെ ചോദ്യം, അവനിവൻ അറിയുന്നതോ ഒക്കെ ഓർത്തോ ലെവനിയിൽ. അപ്പോൾ അങ്ങനെ വരുന്നതിൻ്റെ അവസാനത്തെ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവനവൻ ആത്മസുഖത്തിനാചരിക്കൂ എന്നിവയെ പറഞ്ഞ് സുഖത്തിനായി വരയണം. അവനവൻ സുഖത്തിനായി. അപ്പോൾ തന്നെ നമുക്ക് ഉദ്ദേശിക്കാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓപ്ഷൻ ബി, ആത്മോപദേശക ദശകമാണ് വരുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതിയിലാണ്? ഓപ്ഷൻ ബി ആണ്, ആത്മോപദശകമാണ് വരുന്നത്. 51ാമത്തെ ചോദ്യം മാത്സ് ആണ്, അങ്ങ് പറഞ്ഞു പോവാണ്. മാത്സിൻ്റെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 51ൻ്റെ ആൻസർ ഓപ്ഷൻ എ, 50 മീറ്റർ ആണ്. അതുപോലെ തന്നെ 52 ഒരു ക്ലോക്കിൽ 10:10 AM സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി തമ്മിൽ ഇടയിലുള്ള കോൺ എത്ര എന്നാണ്? ആൻസർ ഓപ്ഷൻ സി, 115 ഡിഗ്രിയാണ്. 53ൻ്റെ ആൻസർ ഓപ്ഷൻ സി, 100 ആണ്. അതുപോലെ തന്നെ 54ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, 15 ആണ്. 15 ദിവസമാണ്. 55ൻ്റെ ആൻസർ ഓപ്ഷൻ സി, 30 ആണ്. 56ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ, 32 ആണ്. അതുപോലെ തന്നെ 57ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, 44,100 ആണ്. അതുപോലെ തന്നെ 58ൻ്റെ ആൻസർ ഓപ്ഷൻ ബി, 24 ആണ്. 59ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, 7%. 60ൻ്റെ ആൻസർ 45 km/മണിക്കൂറാണ്. ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നേ. 61ാമത്തെ ക്വസ്റ്റ്യൻ, മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് October 20th. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ സി, ഓൺ ആണ് വരുന്നത്. അതുപോലെ തന്നെ 62ാമത്തെ ക്വസ്റ്റ്യൻ, ദ മീനിങ് ഓഫ് ദ വേർഡ് കെറോളസ് വരുന്നത് ഓപ്ഷൻ സി,
ടോൾക്കറ്റേറ്റീവ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 63ാമത്തെ ക്വസ്റ്റ്യൻ നെയ്തർ ഓഫ് അസ് ഡാഷ് സീഡ്സ്. ഇതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, ലൈക്സ് സീഡ്സ് എന്നാണ് വരുന്നത്. 64ാമത്തെ ചോദ്യം കോൾട്ട് ഈസ് ദ യങ്ങർ വൺ ഓഫ്, ആൻസർ ഓപ്ഷൻ ബി ഹോഴ്സ് ആണ്. അതുപോലെ തന്നെ 65ാമത്തെ ചോദ്യം ദേ ഡിഡ് നോട്ട് കം ഡാഷ് ദ മീറ്റിംഗ് വാസ് ഹാഫ് ഓവർ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, അൺടിൽ ആണ്. 66ാമത്തെ ചോദ്യം ഹീ സ്റ്റിൽ ഡാഷ് ഇൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് സ്കൂൾ മേറ്റ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കീപ്സ് ആണ് വരുന്നത്. 67ാമത്തെ ചോദ്യം വി ഡാഷ് ഓഫ് കോഫി സോ വി അഡ്ജസ്റ്റഡ് ദ ടീ ആണ്, ആൻസർ ഓപ്ഷൻ സി റൺ ഔട്ട് ആണ് വരുന്നത്. അതുപോലെ തന്നെ 68ാമത്തെ ചോദ്യം ഡാഷ് യു മൈൻഡ് വെയിറ്റിംഗ് ഹിയർ ടിൽ ഐ റിട്ടേൺ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വുഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 69ാമത്തെ ചോദ്യം ഹീസ് ഡാഷ് യൂറോപ്യൻ ടൂറിസ്റ്റ്. ആൻഡ് ആൻസർ ഓപ്ഷൻ ഡി എ ആണ് വരുന്നത്. അതുപോലെ തന്നെ 70ാമത്തെ ചോദ്യം എസ്റ്റർഡേ ഷാരോൺ ടു ഡാഷ് ടു ദ സ്റ്റേഷൻ ടു മീറ്റ് അനു. ആൻഡ് ആൻസർ ഓപ്ഷൻ എ വെൻ്റ് ആണ് വരുന്നത്. നമുക്ക് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടത് എക്സ്പ്ലനേഷൻ്റെ ഒരു വീഡിയോ നാളെ തന്നെ ഞാൻ ഇടാം ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം LDCയും അതുപോലെ തന്നെ WCP ഒക്കെ എഴുതുന്നവർക്ക് ഒരു ഉപകാരപ്രദമാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എങ്ങനെ വന്നതെന്നുള്ളത് നാളെ നമുക്കൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടാം ഇംഗ്ലീഷിൻ്റെ. അടുത്ത ഇനി മലയാളമാണ്. മലയാളത്തിൽ പിരിച്ചെഴുതുക, അവൻ എന്നുള്ള പദം പിരിച്ചെഴുതുമ്പോൾ ആൻസർ ഓപ്ഷൻ ആ പ്ലസ് അൻ ആണ് വരുന്നത്, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ശരിയായ പദം ഇതിനകത്ത് ആഖ്യാനം, ഓപ്ഷൻ എ ആണ് വരുന്നത്. അതുപോലെ തന്നെ 73ാമത്തെ ചോദ്യം കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണമെന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏതാണ്? അതൊക്കെ സിമ്പിളായിരുന്നു. ആൻസർ ഓപ്ഷൻ ഡി നാടോടുമ്പോൾ നടുവേ ഓടണം. അതുപോലെ തന്നെ 74ാമത്തെ ചോദ്യം എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട് എന്ന് പറയുമ്പോൾ ശരിയായ പരിഭാഷ ഏതാണ്? അതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. ആൻസർ ഓപ്ഷൻ ബി കാക്കയ്ക്കും തൻകുഞ്ചു പൊൻകുഞ്ഞെന്നാണ്. 75ാമത്തെ ചോദ്യം വിപരീത പദം എഴുതുക, വിയോഗം, സംയോഗം. ആൻസർ ഓപ്ഷൻ എ വിയോഗം, സംയോഗം. 76ാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നതിൽ വിഹകം എന്ന അർത്ഥം വരുന്ന പദം ഏത്? ആൻസർ ഓപ്ഷൻ ഡി പക്ഷി. അതുപോലെ തന്നെ ചേർത്തെഴുതുക ദുവ പ്ലസ് ജനം എന്നാണ്, ദുർജനം എന്നാണ്. ആൻസർ ഓപ്ഷൻ സി ദുർജനം എന്നാണ്. അതുപോലെ തന്നെ ശരിയായ ജോഡി എഴുതുക, ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, മഞ്ഞ്, നിഹാരം, തുഷാരമാണ്. 79ാമത്തെ ചോദ്യം എതിർലിംഗം എഴുതുക എന്നാണ്. ഭൃത്യ ഉള്ളതിൻ്റെ എതിർലിംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഭൃത്യന് എളുപ്പമായിരുന്നു. 80ാമത്തെ ചോദ്യം ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നവ എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ദിക്കുകളെ ജയിക്കൽ. ഇനി നമ്മുടെ ടോപ്പിക്കായ കറണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് വരുന്നത്. അപ്പോൾ 81ാമത്തെ ചോദ്യം 2012 ലൈംഗികാതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ ഗൗരവതരമായ ലൈംഗിക അതിക്രമണം അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഇത് ക്വസ്റ്റ്യന് നമുക്കൊരു ഡൗട്ടുണ്ട്. അതായത് ഞാൻ 2-3 പേര് ചോദിച്ചപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ് അവർ പറയുന്നത്. അത് 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം അതിക്രമമായിട്ടല്ല, ലൈംഗിക ആക്രമണമായിട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡിയും ആൻസർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് PSC ഫൈനൽ ആൻസർ കീ പ്രൊവിഷണൽ വന്നാൽ പോരാ, ഫൈനൽ ആൻസർ കീ വരുമ്പം നമുക്ക് ഇതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടും. അപ്പം ബിയും ഡിയും എഴുതിയവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പം PSCയുടെ ഫൈനൽ ആൻസർ കീ വരട്ടെ, നമുക്ക് അതിനപ്പം ഏതാണെന്ന് നോക്കാം. 82ാമത്തെ ചോദ്യം 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട താഴെ പറയുന്നവരിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനികൾക്കും. അതുപോലെ തന്നെ 83ാമത്തെ ചോദ്യം 2000 വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. ഇതെല്ലാം നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ലൈംഗികത പ്രകടമാകുന്ന പ്രവൃത്തിയോ പെരുമാറ്റമോ ഉൾക്കൊള്ളുന്ന വിഷയം. 84ാം ചോദ്യം 2005 വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് പെട്ടിട്ടില്ലാത്തതെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പെട്ടിട്ടില്ലാത്തതെന്ന് പറഞ്ഞാൽ മന്ത്രിസഭ ചർച്ചയുടെ രേഖകളാണ്. ബാക്കിയെല്ലാം നമുക്ക് ഒഴിവാക്കപ്പെട്ട രേഖകളാണ്. നിങ്ങൾ നോക്കിയാൽ മതി. വിദേശ സർക്കാരിൽ നിന്നുള്ള ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം നമുക്ക് വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല. കോടതി പ്രസിദ്ധീകരിക്കുന്ന നിരോധിച്ച വിവരങ്ങൾ കിട്ടത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങളും കിട്ടത്തില്ല. അപ്പം മന്ത്രിസഭാ ചർച്ചകളുടെ രേഖകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് 84. 85ാമത്തെ ചോദ്യം ഇതെല്ലാം നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. 85ാമത്തെ ചോദ്യം വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടിട്ടുള്ളത് മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷമേൽ ഡാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി 5 ആണ്. 5 ദിവസത്തിനകമാണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതാണ്.
അതുപോലെ തന്നെ 86ാമത്തെ ചോദ്യം ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിനു താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഇല്ലാത്തത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, മാനസിക ശേഷി ഇല്ലായ്മയാണ്. 87ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ മാരകമായ മുറിവിൻ്റെ ഉദാഹരണമല്ലാത്തത് എന്നാണ്. മാരകമായ ഉദാഹരണമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ക്ലാസ് കണ്ടവർക്കെല്ലാം ഇത് പെട്ടെന്ന് ക്ലിക്കാക്കും. നമ്മളത് ഉദാഹരണം വെച്ചായിരുന്നു പറഞ്ഞത്. അപ്പം ഇതിനകത്ത് മാരകമായ മുറിവിൻ്റെ ഉദാഹരണമല്ല, മാരകമായ മുറിവ് ഷണ്ടനാക്കുക വരും, അതുപോലെ തന്നെ അസ്ഥിയുടെ സ്ഥാനഭ്രമം വരും, അതുപോലെ തന്നെ സ്ഥിരമായ രൂപഭേദം വരും, അതുപോലെ തന്നെ പിന്നെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 15 ദിവസത്തിൽ കഠിനമായ ശരീരവേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. പക്ഷേ ഇതല്ല, ഇതിവിടെ തെറ്റെന്ന് പറഞ്ഞാൽ 20 ദിവസമായിരുന്നു. നമ്മുടെ ക്ലാസ് കണ്ടവർക്കറിയാം, നമ്മളതെല്ലാം പറഞ്ഞിരുന്നു. 20 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവിനെയും മാരകമായ മുറിവിൻ്റെ ഉദാഹരണമായിട്ട് വരുമെന്ന് നമ്മളന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ 15 അല്ല 20 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 88ാമത്തെ ചോദ്യം താഴെ പറയുന്ന വകുപ്പുകളിലെ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതിയതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണ്? 370A IP സെക്ഷൻ 370Aയും അതുപോലെ തന്നെ 376Dയുമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ്. 89ാം ചോദ്യം ഇസഡ് തൻ്റെ പേഴ്സ് തട്ടിയെടുത്ത് എയെ കാണിക്കുന്നു. എ പേഴ്സ് എടുക്കുന്നത് ഇസഡിന് പുനഃസ്ഥാപിക്കുന്നു എന്ന ഉദ്ദേശത്തോടെ, എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു. താഴെ പറയുന്ന എന്ത് കുറ്റകൃത്യമാണ് എ ചെയ്തിട്ടുള്ളത്? ഇത് തന്നെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, സ്വത്തിൻ്റെ സത്യസന്ധതമല്ലാത്ത ദുരുപയോഗമാണ് വരുന്നത്. 90ാമത്തെ ചോദ്യം നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ബാധകം? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാത്ത കുറ്റം അന്വേഷിക്കുകയോ വാറണ്ട് ഇല്ലാതെ പ്രതിയോ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. അതുപോലെ തന്നെ 91ാമത്തെ ചോദ്യം 1973 ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ 164 പ്രകാരം കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തുന്നത് എപ്പോഴാണ്? അന്വേഷണത്തിൽ. ആൻസർ ഓപ്ഷൻ ബി, അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ എൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുമ്പാണ്. പിന്നെ 92ാമത്തെ ചോദ്യം 92ാമത്തെ ചോദ്യത്തിൽ നമ്മൾ അത് മിക്കവാറും PSC ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. അതും ഒന്ന് ആൻസർ കീ വരട്ടെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയാം. ആൻസർ കീ വരട്ടെ ഈ ഒരു ക്വസ്റ്റിനോട് 92. അപ്പോൾ 2 ക്വസ്റ്റിന് നമുക്ക് കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ് സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിന് ആൻസർ കീ വരട്ടെ. 93ാമത്തെ ചോദ്യം 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27ൻ്റെ പ്രയോഗത്തിന് താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷികമെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം, അതുപോലെ തന്നെ വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി 1ഉം 4ഉമാണ്. 94ാം ചോദ്യം കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന്. അതായത് വിദഗ്ധ അഭിപ്രായത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. 95ാമത്തെ ചോദ്യം 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. നമ്മൾ എത്ര വട്ടം ഡിസ്കസ് ചെയ്തതാണ്. 96ാമത്തെ ചോദ്യം താഴെ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക എന്നാണ് ഇതിനകത്ത് പെടാത്തത്, അവകാശങ്ങളിൽ പെടാത്തത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 97 2011 കേരള പോലീസ് ആക്ട് കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, അഴിമതി, സന്മാർഗ, അധപ്പതന, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവരെ. 98ാമത്തെ ചോദ്യം 1985 നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് NDPS ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻശിക്ഷയ്ക്കുള്ള കുറ്റകൃത്യം വധശിക്ഷയാക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, സെക്ഷൻ 31A NDPS ആക്ട്. ലാസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഡിസ്കസ് ചെയ്യുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ 99ാമത്തെ ചോദ്യം 1985 NDPS ആക്ട് പ്രകാരം സൈക്കോട്ടിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ലെന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. 100ാമത്തെ ചോദ്യം 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമനമനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നൽകേണ്ടത് നിർദ്ദേശിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ലൈംഗിക ആക്രമണത്തിനുള്ള ശിക്ഷ പോക്സോ ആക്ട്, പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. ക്ലിയർ ആയി? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആൻസർ കീ വരുന്നത്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവും. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് 2 ക്വസ്റ്റ്യൻ നമുക്കൊരു ഡൗട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതെന്തായാലും ഫൈനൽ കീ വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. FIR ബന്ധപ്പെട്ട് അത് മിക്കവാറും ഒന്ന് ഡിലീറ്റ് ആയി പോകാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും.
ഫൈനൽ ആൻസർ കീ വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എത്ര മാർക്ക് നിങ്ങൾക്ക് ഈ എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് പറയുക. GK പാർട്ടിലും നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിലതൊക്കെ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റൊക്കെ വരുമ്പം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളം വലിയ കുഴപ്പമില്ലായിരുന്നു. മാത്സും വലിയ കുഴപ്പമില്ലായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്സും അത്യാവശ്യം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്പെഷ്യൽ ടോപ്പിക്സിൽ ഒരു 10, 14, 15, 16 മാർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പം മാക്സിമം എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. 15 വേളിൽ എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്സിൽ നമ്മുടെ ക്ലാസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടിക്കാണും. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് ഉപകാരപ്പെട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്സസ് ഫോളോ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് നമ്മുടെ ടോപ്പിക്കിൽ നിന്നൊക്കെ ഒരുപാട് കറണ്ട് അഫെയർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇപ്പം ഞാനൊരു പോളിടും, CPO എക്സാമിന് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടൊരു പോളിടും. അപ്പോൾ ആ പോൾ നിങ്ങളൊന്ന് മാക്സിമം എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാമല്ലോ കോമൺ ആയിട്ട് അപ്പോൾ എത്ര മാർക്ക് ഒക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കൊരു പ്രെഡിക്ഷൻ വെക്കാമല്ലോ കട്ട് ഓഫിൻ്റെ. അപ്പോൾ അതും എല്ലാവരും നോക്കാം. അപ്പോൾ താങ്ക് യു ഓൾ.